കള്ളന്മാരെവിടെ ഉണ്ടോ അവിടെ ഒന്ന് ഞാൻ രക്ഷിക്കും. കള്ളന്മാരെന്റെ ഒരു വീക്ക്നെസ് ആണ്, പ്രത്യേകിച്ച് നാട്ടുകാർ കള്ളന്മാരാക്കിയവരെ. എന്നെ രക്ഷിക്കാമെന്നാണോ? ഇതുപോലെ ധീരന്മാർക്ക് മാത്രമേ ഞാൻ കൈ കൊടുക്കാറുള്ളൂ. അങ്ങ് ആരാണാവോ? പക്കിയെന്ന് കേട്ടിട്ടുണ്ടാ? ഇത്തിക്കര പക്കിയെന്ന് കേട്ടിട്ടുണ്ടാ? ഇല്ല. ഇത്തിക്കര പക്കി, ഇത്തിക്കര പക്കി കേട്ടാ? ഇത്തിക്കര പക്കിയുടെ ആ പക്കിയുടെ ഒരേ ഒരു ആശാനാണ് ഞാൻ, മാവേലിക്കര പ്രാണി. മാവേലിക്കര പ്രാണി. പ്രാണിയാ? ഒരു ത്രാണിയില്ലാത്ത നീ പ്രാണി. അളിയാറ്റുവാ അറിയാലോ പക്കിയെ പോലുണ്ട്. കരിയിലെ പക്കിയെ. ലുക്കിലല്ല വർക്കിലാണ് കാര്യം. കണ്ടാ, നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് എന്നെ കള്ളനാക്കില്ലേ? എന്നെ രക്ഷിക്കാൻ വന്ന ആളാ ഈ പുള്ളിയാ? അതെ. ദോഷം പറയരുത്. ദൈവം നിനക്ക് അറിഞ്ഞ് ഒരു കള്ളന്റെ മുഖം തന്നിട്ടുണ്ട്. നിന്നെ കണ്ട ആരും ഒന്ന് കള്ളനാകത്തോന്നും. ഏതായാലും സാരമില്ല, സാരമില്ല, ഞാൻ നിന്നെ രക്ഷിക്കാം കേട്ടോ. അതല്ല, എന്റെ കുഴിനക്കത്തിൽ നിന്ന് കാലെടുത്തു. അല്ല, നിങ്ങൾ വിളിച്ചപ്പോ ഞാൻ മറ്റേ ഈ പുള്ളി വിളിക്കുമ്പോ ഇത്തിക്കര പക്കി വിളിക്കുമ്പോ സ്റ്റൈലായിരിക്കുന്നത്. അല്ല അല്ല അല്ല, കുഴിനകത്തിൽ കാല് വെച്ചേക്കാം. അപ്പൊ നിങ്ങൾ ഭയങ്കര ഈ അഭ്യാസിയാണ്. അഭ്യാസിയാണ്. അടവൊക്കെ 18 അടവ്. 18 അടവ് പിന്നെ അറിയത്തില്ലേ? പിന്നെ 18 അടവല്ല, 16 അടവ് വരെ എന്റെ പെണ്ണുപിള്ളനെ കൊണ്ട് അടച്ചത്. 2 അടവ് ഞാൻ കൊണ്ട് അടച്ചു. 36 അടവുണ്ട്. എന്തിന്? ഈ കുതിര സിസിക്ക് എടുത്തത്. അതെ, സിസി അടയ്ക്കാത്തതുകൊണ്ട് കുതിരയുടെ പകുതി ഭാഗം സിസിക്കാർ കൊണ്ടുപോയി. പാപം. പിന്നെ ഞാനിങ്ങനെ കൊണ്ട് നടക്കണമെന്നേ ഉള്ളൂ. ഈ പൈസ നിങ്ങൾക്ക് ഒരു വണ്ടി മേടിച്ചാ പോരായിരുന്നു? ഒരു വണ്ടി മേടിച്ചാ പോരായിരുന്നു? ഈ കുതിര ആകൊണ്ട് പകുതിയെങ്കിലും ഞാൻ കൊണ്ടു നടക്കുന്നത്. ബൈക്കാണെങ്കിൽ ഞാൻ എവിടെ നിന്ന് പെട്രോൾ അടിക്കും? ഇപ്പോഴത്തെ പെട്രോളിന്റെ വില അനുസരിച്ച് എനിക്കൊരു തീരുമാനം എന്താണെന്നറിയാം, ഇത് ഈ കള്ളത്തനും ഇതൊക്കെ അങ്ങ് നിർത്തിയിട്ടേ പെട്രോൾ മോഷണം തുടങ്ങിയാലോ എന്നൊരു ആലോചന ഉണ്ട് എനിക്ക്. അതാകുമ്പോ 1 ലിറ്റർ പെട്രോൾ ആയിരുന്നാലും 1 വർഷം ജീവിക്കാം. ഈ ഇത്തിക്കര പക്കി രാശാനല്ലേ ഇവിടെ വന്നത്? ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് ഇത്രയും പേർക്ക് വേണ്ടി ഒന്ന് അടവ് ഒന്ന് പറഞ്ഞു തരും. അടവ് അതെന്റെ എന്റെ പ്രത്യേകതയായിട്ട് ഒരു അടവുണ്ട്. അതായത് ഞാൻ ബാക്കിലോട്ട് ഓടി സ്പീഡിൽ വന്ന് 100 കറക്കം കറങ്ങി തറയിൽ നിന്ന് മുട്ടുകുത്തി പല്ല് കൊണ്ട് കടിച്ച് ഞാൻ ഈ കസേര തെറിപ്പിക്കും. എന്നിട്ട് 100 കറക്കം എന്നിട്ട് കറങ്ങി വന്നിട്ട് പല്ലുകൊണ്ട് കസാര കടിച്ച് തെറിപ്പിക്കും. എന്നിട്ട് എന്റെ 32 പല്ല് ഞാൻ തന്നെ അവിടെ നിന്ന് പറക്കിയെടുക്കും. ഇനി വേറെ സംഭവം എന്റെ ഫേവറേറ്റ് ആണ്. പഠിക്ക് നോക്കിയോ? ചാടിക്കെട്ടി വലംപിരി കെട്ടി നിറയും താളം ഉക്കടപ്പൻ താളം കോമരങ്ങൾ ചിറകുണ്ടേ പഞ്ചവാദ്യ ചിറകുണ്ടേ കോമരങ്ങൾ ചിറകുണ്ടേ പഞ്ചവാദ്യ ചിറകുണ്ടേ സതിരുണ്ടേ സംഗീത ശിരോമണി തങ്കവേലു അയ്യങ്കാലും ഒരു തില്ലാന മോഹനം പാടി ഒരു പൊയ്ക്കാൽ കുതിരമേൽ തനിച്ചിരുന്നുറങ്ങുന്ന വെങ്കടേശ. വെങ്കടേശ വെങ്കടേശാടാ എന്താണ്? ഇത്തിക്കര പ്രാണി. അത് മറന്നു. മാവേലിക്കര പ്രാണി. മാവേലിക്കര പ്രാണി. കുഴിനകം പുള്ളി വിളിക്കുമ്പോ മറ്റേ സ്റ്റൈലായിരിക്കും. ഗുരുവല്ലേ? അല്ല, നിങ്ങൾ ഈ മോഷണമാണോ പരിപാടി? പിന്നെ മോഷണമല്ല എന്റെ പ്രൊഫഷൻ. അപ്പൊ ഇങ്ങനെ മോഷ്ടിച്ചാണ് ആൾക്കാർ കണ്ണിങ്ങനെ അടിച്ചു പൊട്ടിച്ചാണ്? അല്ല, ഇത് ഞാൻ കൊച്ചിലെ കരിക്ക് മോഷ്ടിക്കാൻ വേണ്ടി കയറിയപ്പോഴേ കാക്ക കണ്ണിലിട്ട് കുത്തിയത്. അയ്യോ, കൊത്തിയെടുത്തോണ്ടൊരു പോക്ക് പോയി. കാക്ക വിചാരിക്കും കാക്ക കുഞ്ഞായിരിക്കും തന്നെ. കാക്ക കൊത്തിയെടുത്തോണ്ടൊരു പോക്ക് പോയി. അല്ല, സംഭവം അല്ല, നിങ്ങൾ ഈ മോഷണം സത്യമാണോ? അതെ. ഇവരെ പോലുള്ള ആൾക്കാരാണ് മോഷ്ടിച്ച് പാവങ്ങൾക്ക് കൊടുക്കണം. അതായത് എന്റെ പ്രേരണയല്ല ഈ പിന്നെ പക്കി ചെയ്യുന്നത്, ഞാനാ പഠിപ്പിച്ചു. എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മോഷ്ടിച്ച് പാവപ്പെട്ടവർക്ക് കൊണ്ടുകൊടുക്കും. ഈ പാവപ്പെട്ടവരെന്ന് ഞാൻ ചോദിക്കണം, അതായത് പണക്കാരുടെ ഇങ്ങനെ മോഷ്ടിച്ചിട്ട് ആരും കാണാണ്ട് മോഷ്ടിച്ചിട്ട് പാവപ്പെട്ടവർക്ക് ചെയ്യണം. ഏത് ഗ്രാമത്തിലുള്ള പാവപ്പെട്ടവർക്കാ? അത് എന്റെ ഗ്രാമത്തിൽ തന്നെ. മറിയക്കുട്ടി, അംബിക, സീന, തങ്കച്ചി, ശാന്ത, രൂത്ത് ഇങ്ങനെയുള്ളവർക്ക് കൊണ്ടു കൊടുക്കും. ഇവരൊക്കെ ആരാ? എന്റെ സഹോദരങ്ങളാണ്. അവരൊക്കെ പാവങ്ങളാണ്. പിന്നെ പാവപ്പെട്ടവരുണ്ടാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത്. അപ്പൊ സ്വന്തം കുടുംബത്തിലേക്ക് മോഷ്ടിച്ച് കൊണ്ടുപോകണമെന്ന് രത്ന ചുരുക്കം. ആലപ്പുഴ മോഷ്ടിച്ചാൽ നിന്റെ വീട്ടിൽ കൊണ്ടുതരാൻ പറ്റും. ആദ്യം എന്റെ കുടുംബം ഞാൻ സേഫാക്കട്ടെ. കുഴിനകല്ലേ എല്ലാരും വിചാരിക്കേ ഇത് ആ സിനിമയിലൊരു ഹൈലൈറ്റ് ഉണ്ടല്ലോ, അതായിരിക്കും വിചാരിക്കും. അതല്ല. ഇതാണല്ലേ ചവിട്ടണി വിളിയല്ലേ? അതെ. അതിനകത്ത് ഇത്തിക്കരപ്പക്കി ഭയങ്കരമായിട്ടൊരു അഭ്യാസം കാണിച്ചല്ലോ. തെങ്ങും തടിയുടെ മേളിൽ കയറുന്നത് ഭയങ്കര ഹിറ്റായില്ലേ? ആൾക്കാരെല്ലാം കണ്ടത്. എന്റെ ദൈവമേ, അത് ഞാൻ പറഞ്ഞു കൊടുത്തല്ലേ? ഞാൻ പറഞ്ഞു കൊടുത്തല്ലേ? നിങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തത് ആശാനല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞു കൊടുത്ത. അതെ, അതായത് എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം
അപ്പൊ പുള്ളിക്കാരനെ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്തല്ലേ. എന്നാ ഇപ്പൊ ഒന്ന് നമുക്ക് എല്ലാവർക്കും കാണണം ലൈവായിട്ടല്ലേ. അല്ല നിങ്ങൾക്ക് ഇപ്പൊ കാണിക്കാം, പക്ഷെ അത് ഇതിങ്ങനെ അത് പബ്ലിക്കായിട്ട് അത് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ എല്ലാവരും കണ്ണടച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം. അല്ല എന്താണെന്നറിയാം, നിങ്ങൾ നോക്കി പഠിക്കും ചിലപ്പോ. അല്ല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ടെക്നിക്കാ. ആയിക്കോട്ടെ, ഓക്കെ. നിങ്ങൾക്ക് പറഞ്ഞു തന്നാലേ അത് ശരിയാവില്ല. കണ്ണടക്കാറാവുമ്പോ പറയോ? കണ്ണടച്ചോ, കണ്ണു തുറന്നോ. ജനജനനാദം തിരയടി താളം സടകുടയുന്നു സിംഹത്താൻ. കൊടുമുടിയിടിയും അടിമുടിയുലയും തുടലുകൾ ഗർജന ശബ്ദത്താൽ. ഇരുജടാചൂടങ്ങളൂർന്നും പടഹാധ്വാനങ്ങൾ വാർന്നും എങ്കിലും ഒന്ന് വിശ്വസിക്കണേ. ഇതെങ്ങനെയാണ് ഇതിന്റെ ട്രിക്ക് എങ്ങനെയാണ് പ്ലീസ് ഞങ്ങൾക്ക് കൂടെ ഒന്ന്. അത് വേറെ ഒന്നുമല്ലടാ, അത് എങ്ങനെയെന്നറിയാം. അത് അതെ വേറെ ഒന്നുമല്ല, അത് നമ്മള് നമ്മൾ ഒറ്റക്കാലിൽ നിന്നിട്ട് എന്താ ഒരു കാല് ഇതുപോലെ ഒറ്റക്കാലം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ വരും. ഒരു കാര്യം നമ്മൾ അഡീഷണൽ കൊണ്ട് കിടക്കണം. കേട്ടാ